celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. ഫോമ കൺവെൻഷൻ വൻ വിജയത്തിലേക്ക് നടക്കുകയാണെങ്കിലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഇതായിരുന്നില്ല സ്ഥിതി. പല വിധത്തിലുള്ള ആശങ്കകളും ചിലരുടെ എതിർപ്പുമെല്ലാം പ്രതീക്ഷകളുടെ മേൽ കരിനിഴൽ വീഴ്ത്തി. കുഞ്ഞുമാലിയലിനെ കൺവെൻഷൻ ചെയറായി നിയമിച്ചതോടെ സ്ഥിതിഗതികൾ മാറി. കൺവെൻഷൻ വിജയത്തിലേക്ക് കുതിക്കാൻ തുടങ്ങി. VIP കമ്മിറ്റി ചെയർപേഴ്സണായ ആനി ലിബു വിലയിരുത്തുന്നു. കുഞ്ഞുമാലിനെ കൺവെൻഷൻ ചെയറായി നിയമിച്ചതോടെ സ്ഥിതിഗതികൾ മാറി. കൺവെൻഷൻ വിജയത്തിലേക്ക് കുതിക്കാൻ തുടങ്ങി. VIP കമ്മിറ്റി ചെയർപേഴ്സണായ ആനി ലിബു വിലയിരുത്തുന്നു. അത് പൂർണ്ണമായും ശരിയല്ലായിരിക്കാം, പക്ഷേ മികവുറ്റ പ്രവർത്തനം ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നതിന് തെളിവായത്. കുഞ്ഞുമാലിയലിന്റെ പേര് എന്താണ്? മിക്കവർക്കും അറിയില്ല. തോമസ് സാമുവൽ ആണെന്ന്. പേരോ പ്രശസ്തിയോ അല്ല, നിശബ്ദമായ പ്രവർത്തനവും പിന്നണിയിൽ നിന്നുള്ള നേതൃത്വവുമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. കൂടെ നിൽക്കുന്നവർക്ക് അലോസരമുണ്ടാക്കാതെ താൻ പോരുമ കാട്ടാതെയുള്ള പ്രവർത്തനം ഫലപ്രദമായില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. മിക്കവാറുമെല്ലാം കൺവെൻഷന് മുൻപും ഭാരവാഹികൾ ആശങ്കപ്പെടുന്നതാണ് അമേരിക്കൻ മലയാളി കണ്ടിട്ടുള്ളത്. സാമ്പത്തികമായി എവിടെ എങ്ങനെ കലാശിക്കുമെന്ന ആശങ്ക. ഈ പ്രശ്നം മൂലമാണ് ഭരണഘടനയിൽ തന്നെ ഒരു വകുപ്പ് എഴുതി ചേർത്തത്. സാമ്പത്തിക നഷ്ടം വന്നാൽ ഭാരവാഹികൾ സംയുക്തമായി അത് നികത്തണമെന്നത്. എന്തായാലും ഇത്തവണ നഷ്ടത്തിന്റെ പ്രശ്നമില്ല. മിച്ചം എത്ര വരുമെന്നാണ് അറിയേണ്ടത്. സ്പോൺസർഷിപ്പിനെ സമീപിച്ച ഒരാൾ പോലും പറ്റില്ല എന്ന് പറഞ്ഞില്ല. കുഞ്ഞുമാലിൽ പറഞ്ഞു. അവരൊന്നും വലിയ പണക്കാരോ ബിസിനസ്സുകാരോ അല്ല. എന്നാൽ ഫോമയെയും അമേരിക്കൻ മലയാളികളെയും സ്നേഹിക്കുന്നവർ. അതോടെ സാമ്പത്തികമായ ആശങ്ക നീങ്ങി. പണമാണല്ലോ എല്ലാത്തിനും വേണ്ടത്. കൺവെൻഷൻ എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവമായിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു പറയുന്നു. അമേരിക്കയിൽ വെച്ച് നടക്കുന്നത് പോലെയുള്ള പരിപാടികളെല്ലാം ഉണ്ട്. യുവതലമുറയ്ക്കായി കലാമത്സരവും കായിക മത്സരങ്ങളുമുണ്ട്. സെമിനാറുകളും ചർച്ചകളും വാശിയേറിയ ഇലക്ഷനുമെല്ലാം സമ്മേളനത്തെ ആസ്വാദ്യകരമാക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധേയനായ MLA മാത്യു കുഴൽനാടൻ, മുൻമന്ത്രിയും ജനകീയ നേതാവുമായ മോൻസ് ജോസഫ് എന്നിവരാണ് രാഷ്ട്രീയ രംഗത്തു നിന്നും എത്തുന്നവർ. കലാരംഗത്തു നിന്നും നടൻ ടെനി ടോം, സ്വാസിക, ലക്ഷ്മി ജയൻ, പ്രകാശ് ബാബു, ഫ്രാങ്കോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. അമേരിക്കയിൽ നിന്നുള്ള കലാപ്രതിഭകളാണ് ആദ്യ ദിനമായ വ്യാഴാഴ്ച രാത്രി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. ആദ്യ ദിനത്തിൽ തന്നെ ഘോഷയാത്രയും മെഗാ തിരുവാതിരയും നടക്കും. 10 ചെണ്ട അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിമനോഹരമായ ബീച്ചും പൂളുകളും ഒക്കെയുമുണ്ട്. പക്ഷേ ചൂട് കൂടുതലാണ്. അത് സഹിക്കാൻ പറ്റാത്തത്ര കൂടുതലാണെന്ന് പറയാനാവില്ല. കൺവെൻഷനിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസമോ ഒന്നും ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. എല്ലാ കാര്യങ്ങളും നിയമാനുസൃതവും സുതാര്യവുമായാണ് നടക്കുന്നത്. എയർപോർട്ട് പിക്കപ്പും ഡ്രോപ്പ് ഓഫും ലഭിക്കാൻ വിവരങ്ങൾ നൽകണം. ഇതുവരെ 700 പേരോളമാണ് വിവരങ്ങൾ നൽകിയത്. ബാക്കി ഇനിയും പേര് നൽകിയിട്ടില്ല. ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പേര് നോക്കി ആളെ തപ്പിപ്പിടിക്കേണ്ടി വരും. അതുപോലെ എമിഗ്രേഷനുള്ള ടിക്കറ്റ് ലഭ്യമാക്കാനും മറക്കരുത്. അതിന്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചതാണ്. ബീച്ച് ഡ്രസ്, ചൂടിനുള്ള ക്രീം, സൺഗ്ലാസ് ഒക്കെ കരുതുന്നത് നല്ലതാണ്. അതുപോലെ പാസ്പോർട്ടും ഗ്രീൻ കാർഡും മറക്കരുത്. റിസോർട്ട് സമുച്ചയത്തിൽ 9 റെസ്റ്റോറന്റുകളുണ്ട്. അവിടെ രാവിലെ റിസർവ് ചെയ്താൽ നല്ല ഭക്ഷണം തിരക്കില്ലാതെ കഴിക്കാം. അത് വേണ്ടാത്തവർക്ക് ഫുഡ് കോർട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. 24 മണിക്കൂർ ഭക്ഷണവും ഡ്രിങ്ക്സും സൗജന്യം. പോരെങ്കിൽ കാസിനോയുമുണ്ട്. പോരെ പൂരം. ഫോമയുടെ ചരിത്രത്തിൽ ഇത്രയും ജനപ്രിയമായ ഒരു കൺവെൻഷൻ ഉണ്ടായിട്ടില്ലെന്നതാണ് കുഞ്ഞുമാലിയലിന്റെ പക്ഷം. സാധാരണക്കാരെ സ്പോൺസർമാരാക്കി മാറ്റിയെന്നതും ചരിത്രം. ഗ്രാൻഡ് സ്പോൺസർ സാജ് റിസോർട്ട് ആണ്. മെഗാ സ്പോൺസർ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്.
രജിസ്ട്രേഷന് തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കാൻ 10 മുതൽ 15 കൗണ്ടർ വരെ പ്രവർത്തിക്കും. കുഞ്ഞുമാലിയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് പ്രവർത്തിച്ച് തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ്. അമേരിക്കയിൽ വന്ന കാലം മുതൽ സാമൂഹിക സാംസ്കാരിക തലങ്ങളിൽ വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരുടെയും പ്രശംസയും സ്നേഹാദരവും ആർജിക്കുവാൻ കഴിഞ്ഞു. അമേരിക്കയിലെ ആദ്യകാല സംഘടനയായ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ പ്രസിഡന്റായും 5 വർഷം ട്രസ്റ്റി ബോർഡ് മെമ്പറായും പിന്നീട് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനായും പ്രവർത്തിച്ചു. ഫ്രണ്ട്സ് ഓഫ് അപ്പർ കുട്ടനാടിന്റെ സ്ഥാപക പ്രസിഡന്റ്, NY മലയാളി ബോർഡ് ക്ലബിന്റെ നിലവിലെ പ്രസിഡന്റ് എന്നീ തലങ്ങളിൽ പ്രവർത്തിച്ചു. കൂടാതെ ഫോമ മെട്രോ റീജിയന്റെ ട്രഷററായും RVP ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രവാസി കേരള കോൺഗ്രസ് ന്യൂയോർക്ക് ചാപ്റ്റർ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു. ലോങ് ഐലൻഡ് മാർത്തോമ ചർച്ചിന്റെ അമേരിക്കയിൽ വന്ന കാലം മുതൽ മുൻനിര പ്രവർത്തകനും 2 പ്രാവശ്യം അക്കൗണ്ടന്റായും സേവനമനുഷ്ഠിച്ചു. മാർത്തോമ സഭയുടെ നിലവിലുള്ള മണ്ഡലം അംഗം കൂടിയാണ്. മാർത്തോമ ഫാമിലി കോൺഫറൻസിന്റെ കമ്മിറ്റിയിലും യുവജന സംഘത്തിന്റെ കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ഓഫ് തിരുവല്ലയുടെയും അമേരിക്കൻ കർഷകശ്രീയുടെയും മുഖ്യ സംഘാടകനാണ്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഡിബേറ്റുകളിൽ വർഷങ്ങളായി കേരള കോൺഗ്രസിന് വേണ്ടി സംവദിക്കുന്ന വ്യക്തി കൂടിയാണ് കുഞ്ഞുമാലിയിൽ. വൈസ്മെൻ ഇന്റർനാഷണൽ ലോങ് ഐലൻഡ് ക്ലബിലെ നിലവിലെ പ്രസിഡന്റായി സ്തുത്യാർഹമായ രീതിയിൽ സേവനമനുഷ്ഠിക്കുന്നു. കേരളത്തിൽ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ തലവടിക്കാരനായ കുഞ്ഞുമാലിയിൽ ന്യൂയോർക്ക് സിറ്റി ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ശേഷം ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിരമിച്ചു. ഭാര്യ ഡെയ്സി നഴ്സ് പ്രാക്ടീഷണറായി ജോലി ചെയ്യുന്നു. ഏകപുത്രൻ അക്കു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.